ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. നമ്മൾ +2 അക്കൗണ്ടൻസി എക്സാം കഴിഞ്ഞു, ബിസിനസ് സ്റ്റഡീസ് കഴിഞ്ഞു. നമുക്ക് ഇന്നുള്ളത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇക്കണോമിക്സ് ലാംഗ്വേജ് ആണ്. അതിൽ ഇക്കണോമിക്സ് എക്സാം നമുക്ക് വരുന്നത് ലാസ്റ്റ് 19th-നാണ് നമ്മുടെ എക്കണോമിക്സ് എക്സാം. ഡിസംബർ ലാസ്റ്റത്തെ പരീക്ഷയാണ്. അപ്പോൾ ഈ ലാസ്റ്റത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാൻ ടൈമില്ല. കാരണം ലാംഗ്വേജ് എക്സാം കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡേ ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ലാംഗ്വേജ് എക്സാം കഴിഞ്ഞ് നിങ്ങൾ ഉച്ചയ്ക്ക് എക്സാം കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാലുള്ള ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് പ്രോബ്ലംസും കർവുകളും ജസ്റ്റ് ഒരു റിവിഷനും ആണല്ലേ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾക്ക് ഇപ്പോൾ ഈ സാറ്റർഡേ നല്ല പോലെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്നത് എക്കണോമിക്സ് ആണ് പഠിക്കുക എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനൊക്കെ ഇല്ലാത്ത കുട്ടികളുണ്ട്. സ്റ്റാറ്റി എക്സാം കഴിഞ്ഞവർക്ക് എക്കണോമിക്സ് ഇപ്പോൾ പഠിക്കാം. അതേപോലെ തന്നെ മാത്സ് എക്സാം കഴിഞ്ഞവർക്ക് എക്കണോമിക്സ് പഠിക്കാം. അപ്പോൾ എക്കണോമിക്സിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഒരു 4 പാഠങ്ങളുണ്ട്. ക്രിസ്മസ് എക്സാമിന് മുന്നേ മൈക്രോ നിന്നും മാക്രോ നിന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു 4 ചാപ്റ്റേഴ്സ്. അതായത് നമുക്ക് 2 സെക്ഷനിൽ 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ 4 പാഠങ്ങളിൽ നിന്ന് നിങ്ങൾ നന്നായി പഠിക്കണം. ഏതൊക്കെയാണ് 4 പാഠമെന്നും ഏതൊക്കെയാണ് ആ ടോപ്പിക് എന്നും എത്ര മാർക്കിന് വരും എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതിന് മുന്നേ നമ്മുടെ എജുവാല 2.0 കൊമേഴ്സ് കുട്ടികൾക്ക് വേണ്ടി ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡിസംബർ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിയിക്കുകയും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. തുടക്കത്തിൽ തന്നെ അഡ്മിഷൻ നിങ്ങൾ എടുക്കുക. കാരണം നമുക്ക് 13 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ മുന്നേ ചെയ്തിരുന്ന പോലെ കഴിഞ്ഞ വർഷം മുന്നത്തെ വർഷമൊക്കെ നമ്മൾ സാബ് ബാച്ചുകളും അതുപോലെ തന്നെ ക്രാഷ് കോഴ്സ് ബാച്ചും ചെയ്തിരുന്നു. വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻസ് എല്ലാം എക്വയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളെ അറിയിക്കും. നമ്മളൊരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതിലൊന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. +2 ഇക്കണോമിക്സിലെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ആ 4 പാഠങ്ങൾ. ഓക്കെ, മൈക്രോ എക്കണോമിക്സിലെ ചാപ്റ്റർ 3 പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റും അതുപോലെ തന്നെ ചാപ്റ്റർ 4 പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ പാഠം. ഈ 2 പാഠമാണ് മൈക്രോയിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ഇത് രണ്ടും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മൈക്രോന്ന് നിന്നുള്ള ജയിക്കാനുള്ള മാർക്ക് ഷുവറാണ് കേട്ടോ. നമ്മൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അത് നമ്മൾ 2 പാഠം മാത്രം സെലക്ട് ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ അത് ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ഓർമ്മകളും നിങ്ങൾക്ക് അതിലുണ്ടാവാം. അതുകൊണ്ടാണ് മൈക്രോയിലെ 3rd ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നല്ല പോലെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി മെയിനായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് എഴുതിയിരിക്കുന്നത്. ആദ്യമായിട്ട് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്, റിട്ടേൺ ടു സ്കെയിൽ എന്താണ്. റിട്ടേൺ ടു സ്കെയിൽ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ലോ ഓഫ് വാരിയബിൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ആണ്. രണ്ടിൻ്റെയും ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക. ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ വാരിയബിൾ ഇൻപുട്ട് കൂട്ടും തോറും മാർജിനൽ പ്രോഡക്റ്റ് അപ് ടു എ പോയിന്റ് മാത്രം ഇൻക്രീസ് ആവുന്നുള്ളൂ. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ഡിക്ലൈൻ. അതിനുശേഷം അത് ഡിക്ലൈൻഡ് ആവുന്നു. അതാണ് അതിൻ്റെ നിയമം. റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത് 3 സ്റ്റേജിലും നമ്മൾ വാരിയബിൾ പ്രൊപ്പോർഷൻസ് ആഡ് ചെയ്യാതെ ഫിക്സ്ഡ് ഇൻപുട്ട് വയ്ക്കുമ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കൂടും, പിന്നെ കോൺസ്റ്റൻ്റ് ആവും, പിന്നെ ഡിക്രീസ് ആവും. അതാണ് റിട്ടേൺ ടു സ്കെയിൽ. രണ്ടിൻ്റെയും പിക്ചർ വരയ്ക്കണം. അതായത് TP, AP ആൻഡ് MP വെച്ചിട്ടുള്ള ഈ ഒരു പിക്ചർ നമുക്ക് അറിഞ്ഞിരിക്കണം. 3 സ്റ്റേജുകൾ നമ്മൾ അതുപോലെ എന്താ പറയുക, കെർവിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് നിങ്ങൾക്ക്. അതുപോലെ തന്നെ പ്രോബ്ലത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് റിട്ടേൺ ടു സ്കെയിലിൻ്റെ ഈ 2 പിക്ചർ വരയ്ക്കാനും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ TP, AP, MP ഇവർ 3 പേര് തമ്മിലുള്ള, അതായത് TPയും APയും MPയും തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ എഴുതാനും പഠിക്കണം. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് ഇതൊരു 6 മാർക്കിനൊക്കെയാണ് ചോദിക്കുക കേട്ടോ. 6 മാർക്കിൻ്റെ ചോദ്യമാണ്. 8 മാർക്കിലേക്ക് പോവാൻ ചാൻസ് വളരെ കുറവാണ്, പറയാൻ പറ്റില്ല. കാരണം ഇപ്പം എന്നൊക്കെ പറയുമ്പോൾ 8 മാർക്ക് 6 മാർക്കിലേക്കും 6 മാർക്കിലേക്ക് 8 മാർക്കിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യുന്ന ഒരു സമയമാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും. അതുകൊണ്ട് തന്നെ നമുക്കത് 8ലേക്ക് പോകുമെന്ന് അറിയില്ല. പക്ഷെ ഇത് ഷുവറായിട്ട് 2-3 മാർക്കിന് വരില്ല. പകരം 6 മാർക്കോ 5, 6, 8 അതിലേക്കാണ് ഈ 2 സെക്ഷൻ പോവുക. ഓക്കെ, പിന്നീട് നിങ്ങൾ ആ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടത് 8 മാർക്കിനും 6 മാർക്കിനും ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ കോസ്റ്റ് പ്രോബ്ലം ആണ്. അതായത് TC, MC അതുപോലെ SAC, TFC, TVC,
AFC, ABC ഇതെല്ലാം കണ്ടുപിടിക്കണം. നമ്മൾ പ്രോബ്ലത്തിൻ്റെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു പ്രോബ്ലം വീഡിയോ ചെയ്യുന്നുണ്ട്. ആ പ്രോബ്ലം വീഡിയോയിൽ നമ്മളിത് എന്തായാലും കാണിക്കും, അത് കണ്ടാൽ മതിയാവും. ദെൻ കോബ് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കണം. കോബ് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഡോഗ്ലസും ചാൾസ് കോബും അതുപോലെ തന്നെ ഡോഗ്ലസ് എന്ന് പറഞ്ഞ 2 ആൾക്കാരുണ്ടാക്കിയ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഇത് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 ആണ്. ഈ കോൺസ്റ്റന്റ് ടു റിട്ടേൺ ടു സ്കെയിലും ഗ്രേറ്റർ ദാൻ 1 ആണ് എങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിലും ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിക്രീസിങ് ആണ്. അങ്ങനെ പഠിക്കാം. ദെൻ കോസ്റ്റ് കർവ്, ഡിഫറെൻറ്റ് കോസ്റ്റ് കർവുകൾ, അതിൻ്റെ ഷേപ്പുകൾ SMC, ABC, SAC, റെക്ടാങ്കുലർ ഹൈപ്പർബോള, അത് AFC ആണ്. AFC, ABC, SAC, ദെൻ SMC. അതേപോലെ തന്നെ TC, TFC അതും കൂടി നമ്മൾ പഠിക്കണം. TFC, TC ഇതല്ല കേട്ടോ, TFC, TC ആൻഡ് DVC. അത് ഇത് നമ്മുടെ മറ്റേ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പിക്ചറാണ്. അപ്പോൾ TVC, TFC വെച്ചിട്ട് ഈ ഒരു ഇതും കൂടി നിങ്ങൾ പഠിക്കാം, കർവും കൂടിയും പഠിക്കാം. അപ്പോൾ ഓരോ കർവുകൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ചാപ്റ്റർ 3 എന്ന് പറയുമ്പോൾ 6, 8 ഇതൊരു 3 മാർക്ക്, ഇതൊരു 3 മാർക്ക്. ഇത് ചിലപ്പോൾ നമുക്ക് തെറ്റിയിട്ട് തരാം, ഷേപ്പ് ചോദിക്കാം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ എത്ര മാർക്കാണ് ഈ പാഠത്തിൽ നിന്ന്? അത്യാവശ്യം നല്ല മാർക്കിൻ്റെ പോർഷൻസ് ആയി. ദെൻ നമ്മൾ ചാപ്റ്റർ 4, അടുത്ത ചാപ്റ്റർ പറഞ്ഞത് ചാപ്റ്റർ 4 ആണ്. ചാപ്റ്റർ 4 എന്ന് പറയുമ്പോൾ തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇവിടെ നിങ്ങൾ ആദ്യം ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമുക്ക് ഷോർട്ട് എസ്സേ ടൈപ്പ് മാർക്കിന് ചോദിക്കാറുണ്ട്. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഫ്രീ എൻട്രി ഓഫ് എക്സിറ്റ് ഓൺ ഫേം, പിന്നെ നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, നോ സെല്ലിംഗ് കോസ്റ്റ്, പ്രൈസ് ടേക്കർ ആണ്, ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണ്, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ്. ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് ഉണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതിൻ്റെ കർവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്രൈസ് ലൈന്, SMC, ABC, SAC ഇതാണ് ഇത്. 3 കണ്ടീഷൻസ് എന്ന് പറയുന്നത് P = MC, ദെൻ SMC ഷുഡ് ഇൻക്രീസിങ്, SMC എപ്പോഴും ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ കട്ട് മാർക്കർ ഫ്രം ബിലോ. 3ാമത്തെ പോയിന്റ് മിനിമം പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് മിനിമം പോയിന്റ് ഓഫ് ABCയുടെ ഈക്വലോ ഗ്രേറ്റർ ദാനോ ആയിരിക്കണം. നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് 8 മാർക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ മിസ് എല്ലാ എക്കണോമിക്സിൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തതിൻ്റെ ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ 8 മാർക്ക് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻസ് അവൈലബിൾ ആണ്. ഓരോ ചാപ്റ്റർ വൈസ് എങ്ങനെ പഠിക്കാം, മൈക്രോയിൽ നിന്ന് എങ്ങനെ പഠിക്കാം, മാക്രോ സെക്ഷൻ എങ്ങനെ പഠിക്കാം തുടങ്ങിയുള്ള വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ക്രിസ്മസ് എക്സാം സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അതിൽ പോയിട്ട് ലിങ്ക് കാണാം. നിങ്ങൾക്ക് ഇക്കണോമിക്സ് പഠിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് മൈൻഡിൽ കയറാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 3 തരം കണ്ടീഷൻസ് വിത്ത് എക്സ്പ്ലനേഷൻ കൊടുക്കണം, കർവ് വരയ്ക്കണം. ഓരോന്നിനും ഓരോ കർവ് വരയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ P = MC എന്ന് പറയുമ്പോൾ അതിൻ്റെ മാത്രം ഒരു കർവ് വരച്ചെടുക്കുക. MSC ഷുഡ് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ അതൊന്ന് വരച്ചെടുക്കുക. പിന്നെ മിനിമം പോയിന്റ് ഓഫ് ABC അതൊന്ന് താഴത്തേക്ക് വരച്ചെടുക്കുക. എന്നിട്ട് ഇത് 3ഉം കൂടി കമ്പൈൻ ചെയ്തതാണ് ഈ പിക്ചർ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് സെപ്പറേറ്റ് വരച്ചില്ല എങ്കിലും ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു കർവ് വരയ്ക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് അതിൽ സപ്ലൈ കർവും അതിൻ്റെ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈയും. സപ്ലൈ കർവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സപ്ലൈ കർവ് വരുന്നത്. ഇനി സപ്ലൈ കർവിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഡിറ്റർമിനൻസ് മീൻസ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സപ്ലൈ കർവ്. ഇറ്റ്സ് ഓൺ പ്രൈസ്, ഡിമാൻഡ്, ടാക്സുകൾ, ടെക്നോളജി അതെല്ലാം അതിനെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് സപ്ലൈ കർവും ഡിറ്റർമിനൻസും പഠിക്കണം. ദെൻ ഡിഗ്രീസ് ഓഫ് ഹൈ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയുടെ ഡിഗ്രീസ് 8 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. 8 മാർക്കിന് ഡിറ്റർമിനൻസും ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റിയും കൂടി ക്ലബ് ചെയ്തിട്ട് ചോദിക്കാം. അതായത് ഇലാസ്റ്റിക് സപ്ലൈ, ഇൻലാസ്റ്റിക് സപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് 5 തരം പിക്ചറും ഈക്വൽ ടു 1 ഏതാണ്, അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ 1 ഏതാണ്, ഇലാസ്റ്റിസിറ്റി അതറിയണം. ദെൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കർവിൻ്റെ പ്രോബ്ലം ആണ് പറയുന്നത് കേട്ടോ. പ്രോബ്ലം നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു 3 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 4ാം പാഠത്തിലും അത്യാവശ്യം ഇതൊക്കെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് ഈ കണ്ടീഷൻസും പ്രോഫിറ്റ് മാക്സിമൈസേഷനും 2ഉം കൂടി 8 മാർക്കിന് ചോദിക്കും, സെപ്പറേറ്റ് 4 മാർക്കിന് ചോദിക്കും. അപ്പോൾ 8 അതുപോലെ തന്നെ ഒരു 12, 13 മാർക്കോളം ഈ പാഠത്തിലും ഒളിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പാഠം ഈ ടോപ്പിക്കുകളൊക്കെ സ്കിപ്പ് ചെയ്യാതെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം മൈക്രോയിലെ മെയിൻ പാഠങ്ങൾ പറഞ്ഞല്ലോ, ചാപ്റ്റർ 3 ആൻഡ് ചാപ്റ്റർ 4 പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റും തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷനും.
പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് മാക്രോയിലെ 2 ചാപ്റ്റർ പഠിക്കാം. മിസ്സല്ലേ പറഞ്ഞ മാക്രോയിലും ഇതിൽ 2 പാടുള്ളൂ എന്ന്. അപ്പോൾ ആ 2 പാഠം ആദ്യം പഠിക്കാം. ഓക്കെ, അതിൽ മാക്രോയിൽ 2nd ചാപ്റ്റർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 2nd ആൻഡ് 3rd ആണ്. അവിടെ 3rd ആൻഡ് 4th 2nd ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ക്രിസ്മസ് പരീക്ഷ ആയ കാരണമാണ് ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത് കേട്ടോ. ഇനി ചാപ്റ്റർ 2 എന്ന് പറയുമ്പോൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, നമ്മുടെ GDPയുടെ ചാപ്റ്റർ. ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് അതിൽ. GDP, മാർക്കറ്റ് പ്രൈസ്, ഫാക്ടർ കോസ്റ്റ്. ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. മീൻസ് അത് സ്കിപ്പ് ചെയ്തു എന്നുള്ള കുട്ടികൾ ബാക്കിയുള്ള കംപ്ലീറ്റ് തിയറി അരിച്ച് പറക്കി പഠിക്കുക. കാരണം അത് ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ 4 മാർക്കിൽ ഒരു ഇക്വേഷൻ ഷുവറാണ്. അതിൽ നമുക്ക് എന്താ പറയുക, സംശയമൊന്നുമില്ല. ഒരു ഇക്വേഷൻ എന്തായാലും ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഇഷ്ടമുള്ള GDP, മാർക്കറ്റ് പ്രൈസോ ഫാക്ടർ കോസ്റ്റോ ഇഷ്ടമുള്ളത്. പക്ഷെ ഏതാണ് ചോദിക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി വലിച്ചു വാരി പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. സോ ആ പാഠത്തിൽ ഇക്വേഷൻസ് ഒഴികെ ബാക്കിയുള്ള എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ മാത്രം, ടൈമും നിങ്ങൾക്ക് തെറ്റില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ലെങ്കിൽ മാത്രം നിങ്ങളത് പഠിക്കുക. സ്റ്റോക്ക് ആൻഡ് ഫ്ലോ തമ്മിലുള്ള ഡിഫറൻസസ് നമുക്ക് 2 മാർക്കിനും 4 മാർക്കിനും ചോദിക്കാറുണ്ട്. സ്റ്റോക്ക് ആൻഡ് ഫ്ലോ അത് പെട്ടികളിലൊക്കെ വരച്ചിട്ട് 2 കോളം വൈസ് ആയിട്ട് വേണം എഴുതാനായിട്ട്. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അറ്റ് പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഫ്ലോ എന്ന് പറയുമ്പോൾ പീരീഡ് ഓഫ് ടൈമിലാണ് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. പർട്ടിക്കുലർ പോയിന്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതൊരു സ്റ്റാറ്റിക് കൺസെപ്റ്റ് ആണ്, ഇതൊരു ഡൈനാമിക് കൺസെപ്റ്റ് ആണ്. സ്റ്റോക്കിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെൽത്ത്, ഇൻകം ഒക്കെ നമുക്ക് സ്റ്റോക്കിനാണ്. ഫ്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒഴുകിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പൈപ്പിൻ റിസർവോയർ, പൈപ്പിൽ നമുക്ക് ടാപ്പ് തുറന്നിട്ടിട്ട് ഒഴുകി വരുന്ന വെള്ളം, വാട്ടർ റിസർവോയറത്തെ വെള്ളമൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിന് എക്സാമ്പിളാണ് ഫ്ലോയിൽ. അപ്പോൾ ഒരു എക്സാമ്പിൾ അതിൻ്റെ 2 ഡിഫറൻസ് എന്താണ് അറിഞ്ഞിരിക്കുക. മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്, ഇത് മെഷർ ചെയ്യാൻ പറ്റില്ല പർട്ടിക്കുലർ ടൈമിൽ. ദെൻ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം 4 മാർക്കിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇതിവിടെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുമ്പോൾ ഇത് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രാം അതെന്താണ്? ഇറ്റ് ഈസ് എ പിക്ചർ റെപ്രസെൻറ്റേഷൻ ഓഫ് വാരിയസ് സെക്ടേഴ്സ് ഓഫ് എൻ ഇക്കോണമി ദാറ്റ് ഇൻ്റർ റിലേറ്റഡ്. അതായത് 2ഓ അതിലധികമോ മേഖലകളുണ്ടല്ലോ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ. 2ഓ അതിലധികമോ സാമ്പത്തിക മേഖലകളുണ്ട്. അതായത് ഇപ്പം നമ്മളിവിടെ പഠിക്കുന്നത് ഫേമും ഹൗസ് ഹോൾഡാണ്. അതായത് ഫേമിനെ കുറിച്ചിട്ടും ഹൗസ് ദേ ആർ ഇന്റർഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ 2 സെക്ടേഴ്സ് ഓഫ് എൻ ഇക്കോണമി. അതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. അപ്പോൾ ഇൻകം വരുന്നു പോകുന്നു അവ തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത്. അതിൻ്റെ ഡയഗ്രാം, അതിൻ്റെ എസംഷൻസ് മീൻസ് 2 സെക്ടേഴ്സ് ആണ് ഉള്ളത്. പിന്നെ ഫേം ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഫാക്ടർ പേയ്മെൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. പേയ്മെൻറ്റുകളാണ് ഫാക്ടർ പേയ്മെൻറ്റ്. ഹൗസ് ഹോൾഡ് സാധനങ്ങൾ വാങ്ങുന്നു, ഫാക്ടർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ബന്ധം. 2 മാർക്കറ്റ് വരുന്നുണ്ട്, ഫാക്ടർ മാർക്കറ്റ് ആൻഡ് പ്രൊഡക്റ്റ് മാർക്കറ്റ്. 2 ഫ്ലോകൾ വരുന്നുണ്ട്, റിയൽ ഫ്ലോ ആൻഡ് മണി ഫ്ലോ. ഇതെല്ലാം എഴുതുമ്പോഴാണ് നമുക്ക് ഈ സർക്കുലർ ഫ്ലോ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. ദെൻ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൻ്റെ 3 മെത്തേഡ്സ്. ഇതൊരു എന്താ പറയുക, പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിട്ടും അതുപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും പ്രതീക്ഷിക്കാം. പ്രോബ്ലം ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ സംഭവങ്ങളൊക്കെ തരും. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ്, പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ഗവൺമെൻറ്റിൻ്റെയും ഹൗസ് ഹോൾഡിൻ്റെയും ഫേമിൻ്റെയും എം, അതായത് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, അതിൻ്റെ ഒക്കെ ഇക്വേഷൻ വെച്ചിട്ടുള്ളതാവാം. അതല്ല എങ്കിൽ ഇൻകം എന്ന് പറയുമ്പോൾ വേജസ്, പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ്, റെന്റ് അതെല്ലാം കൂട്ടിയിട്ട് കിട്ടിയാൽ നാഷണൽ ഇൻകം ആയി. ഇനി പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ GVA, ഗ്രോസ് വാല്യൂ ആഡഡ് അപ് ടു എൻ, അതായത് എത്രത്തോളം ഇൻഡസ്ട്രീസ് ഉണ്ടോ അത്രത്തോളം. ദെൻ GDPനെ നമുക്ക് വെൽഫെയറിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് കാണാൻ സാധിക്കുമോ? GDPയും വെൽഫെയറും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കും എന്നൊക്കെ ചോദ്യം ചോദിക്കാം. 4 മാർക്കിനാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് 4 മാർക്കിന് എഴുതാതെ 4 പോയിന്റ് ഉണ്ട്. അതായത് GDP ഇൻക്ലൂഡ് ഹാംഫുൾ പ്രോഡക്ട്സ് ലൈക്ക് ഡ്രഗ്സ്, സിഗരറ്റ്സ്, ആൽക്കഹോൾ, അല്ലേ? ആ GDPയിൽ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെൽഫെയർ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ വെൽഫെയറിന് നല്ലതാണോ ഈ ഡ്രഗ്സുകളും ആൽക്കഹോളിക്ക അല്ല? ഇല്ലല്ലോ. അതുകൊണ്ട് അതൊന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം അവിടെ 2-3 സെൻറ്റൻസിൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത്. ദെൻ എക്സ്റ്റേണാലിറ്റി, GDP ആൻഡ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു ലാഭത്തിനൊരു നഷ്ടം അപ്പുറത്തുണ്ട്, പക്ഷെ നമ്മൾ ആ നഷ്ടം അതിൽ കാണിക്കുന്നില്ല, പകരം അതിൻ്റെ ലാഭം മാത്രം കാണിക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് എക്സ്റ്റേണാലിറ്റി.
ഓക്കെ. ദെൻ മൂന്നാമത്തത് GDP ഡസ് നോട്ട് ഇൻക്ലൂഡ് നോൺ മോണിറ്ററി ടേംസുകൾ. അതായത് മണി വാല്യൂ മാത്രമേ ഉള്ളൂ, അല്ലാതെ കുറേ പേര് ഇവിടെ മണി വാല്യൂ ഇല്ലാതെ ഹ്യൂമൻസിൻ്റെ എഫേർട്ടുകളൊന്നും GDPയിൽ എടുക്കുന്നില്ല. ദാറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അതൊരു വെൽഫെയറിൻ്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നില്ല. ദെൻ GDP ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന വെൽത്തുകൾ ആക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെയാണ് എത്തുന്നതെന്ന് അൺഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഇൻകം. ഇപ്പോഴും അർഹതപ്പെട്ടവരുടെ കയ്യിലല്ല കിടക്കുന്നത്. അപ്പോൾ അതാണ് GDP ആൻഡ് വെൽഫെയർ. ഇങ്ങനത്തെ ഒക്കെ വ്യൂ പോയിന്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ GDP കനോട്ട് ബി എ ഗുഡ് മെഷർ ഓഫ് വെൽഫെയർ. നല്ലൊരു മെഷർമെൻ്റ് ആണ് വെൽഫെയർ കണക്കാക്കുന്നതിന് എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, എഗ്രി ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് എഴുതണം. ദെൻ GDP ഡിഫ്ലേറ്ററിൻ്റെ ഒരു പ്രോബ്ലമാണ് നമുക്ക് ചോദിക്കാറുള്ളത്. GDP ഡിഫ്ലേറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ GDP ഡിഫ്ലേറ്റർ കണ്ടുപിടിച്ചതിൻ്റെ എന്തും കൂടി നമ്മളവിടെ എഴുതി വെക്കണം. അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ 100ൻ്റെ എബവ് ആണ് എങ്കിൽ ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ഓർ ഡിക്രീസ്, അങ്ങനെ നമ്മളവിടെ എഴുതിയിരിക്കണം. ഓക്കെ. അപ്പോൾ മാക്രോയിൽ 2ാം പാഠത്തിൽ ഈ ടോപ്പിക്കുകളൊക്കെ വേഗം പോയി പഠിക്കുക. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ നന്നായി പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണം, അതുകൊണ്ടാണ്. ദെൻ ചാപ്റ്റർ 3 ആണ്, വളരെ വലിയ ചാപ്റ്ററാണ്. വലിയ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം തിയറിയാണ് അതിൽ പഠിക്കാനുള്ള. പഠിച്ച് പോവുകയാണെങ്കിൽ ഒന്ന് ഉഷാറായി നല്ല എന്താ പറയുക മനസ്സ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ സ്പീഡിലെല്ലാം നമുക്ക് പോകാൻ പറ്റും. അതാണ് മണി ആൻഡ് ബാഗിങ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇവിടെ കംപ്ലീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തിയറി കണ്ടന്റ് ആണ്. തിയറി കണ്ടന്റ് എന്ന് പറയുമ്പോൾ 3 തരം ഫങ്ഷൻസ് തന്നെ ഉണ്ട്. ഫങ്ഷൻസ് ഓഫ് മണി, ഫങ്ഷൻസ് ഓഫ് RBI, ദെൻ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കും കൂടി ഉണ്ട്. അത് മിസ് ഉൾപ്പെടുത്തിയിട്ടില്ല, ബിക്കോസ് അത് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ബിസിനസ് സ്റ്റഡീസിലൊക്കെ പഠിച്ചതാണ്. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് കുട്ടികൾ ഇത് കാണുന്നുണ്ടാവാം, അവർക്ക് ബാങ്കിങ്ങിനെ കുറിച്ചിട്ട് അറിയുകയാണെങ്കിൽ അതാണ് അതിൻ്റെ ആൻസർ. അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത് അത് മേ ബി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ടാണ്. ദെൻ ഡിഫിക്കൽട്ടീസ് ഓഫ് ബാർട്ടർ സിസ്റ്റം 4 മാർക്കിന് ചോദിക്കാറുണ്ട്. ഫങ്ഷൻസ് ഓഫ് മണി ഇതുപോലെ 5 മാർക്കിന് ചോദിക്കും. ഫങ്ഷൻസ് ഓഫ് RBI 4 മാർക്കിന് ചോദിക്കാറുണ്ട്. ലിക്വിഡിറ്റി ട്രാപ്പ് എന്താണെന്നുള്ളത് 4 മാർക്കിന് ചോദിക്കും. ലിക്വിഡിറ്റി ട്രാപ്പ് അതുപോലെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയുടെ കാര്യമാണ്. അതിൻ്റെ പിക്ചർ അവിടെ വരച്ചു വെക്കണം. ഡയഗ്രാം, ആ ഒരു ലിക്വിഡിറ്റി ട്രാപ്പിൻ്റെ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചിലപ്പോൾ ഡയഗ്രാം തന്നിട്ട് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാവുമ്പോൾ പറയാം ഇതാണ് ലിക്വിഡിറ്റി ട്രാപ്പ്, ഈ ഒരു ഭാഗം സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻഫിനിറ്റ് ആവുന്ന ഈ ഒരു പോർഷനാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് വിളിക്കുന്നത്. ദെൻ M1, M2, M3, M4 4 മാർക്കിന് തന്നെയാണ് ചോദിക്കാറ്. മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ് ഓഫ് RBIയും ഫങ്ഷൻസ് ഓഫ് RBIയും ക്ലബ് ചെയ്തിട്ട് 8 മാർക്കിന് ചോദിക്കാം. ഓക്കെ. അപ്പോൾ ഇതിൽ ഒരുപാട് തിയറി ഇതിൽ പഠിക്കാനുണ്ട്. ഇതൊക്കെ ആദ്യം പഠിച്ചു വെക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ എക്കണോമിക്സ് ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ മൈക്രോ ഇഷ്ടമാണെന്നെങ്കിൽ മൈക്രോ നിന്നുള്ള 2, 3, 4 പഠിക്കുക. ആദ്യം 3ഉം 4ഉം ഫസ്റ്റ് പഠിക്കണേ. മാക്രോ സെക്ഷനിൽ നിന്ന് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് 2, 3, 4 തന്നെയാണ്. അതിൽ 2ഉം 3ഉം ആദ്യം പഠിക്കാം. ഓക്കെ. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള പോർഷൻസ് ഇപ്പോൾ 4ാം പാഠമായാലും 2nd ചാപ്റ്റർ, ഇവിടെ ഒരു 5th ചാപ്റ്റർ കിടക്കുന്നുണ്ട്, 1st ചാപ്റ്റർ കിടക്കുന്നുണ്ട്, ഇതിലൊരു 1st ചാപ്റ്റർ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 9 പാഠം നമുക്ക് എക്സാമിനുള്ളത്. ഫസ്റ്റത്തെ മൈക്രോയിൽ 1 to 5ഉം മാക്രോയിൽ 1 to 4ഉം. അങ്ങനെ 9 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ആദ്യം മെയിനായിട്ട് ഈ 4 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 50% എബവ് മാർക്ക് നിങ്ങൾക്ക് ഷുവറാണ്. അപ്പോൾ ഈ ഒരു പോർഷൻസ് എത്രയും വേഗം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുള്ളായി എങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്